ഹായ്. നമ്മള് മഴക്കാലമായാൽ കേരളത്തിലെ വീടുകളിൽ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണല്ലേ ഡാംപ്നെസ് എന്നുള്ളത്. ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഭിത്തികള് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പല ഏരിയയിൽ ഇപ്പൊ ചിലപ്പോൾ സ്ലാബിന്റെ മുകളിലായിട്ടായാലും സ്ലാബിന്റെ തൊട്ട് താഴെ ആയിട്ടുള്ള ഭിത്തിയിലായിരിക്കും നനവാണെന്നുണ്ടാവുക, അല്ലെങ്കിൽ സൺഷെയ്ഡിന്റെ ഭാഗങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ ചില വീടുകളൊക്കെ താഴെ ഒരു 1-2 അടി ഹൈറ്റിൽ മൊത്തം നനവ് വരും. അപ്പൊ അത് ചിലപ്പോൾ എക്സ്റ്റീരിയർ വാൾസിലോ അല്ലെങ്കിൽ ബാത്റൂമായിട്ട് ഷെയർ ചെയ്യുന്ന വാൾസിലോ മാത്രമാണെന്നില്ല, എല്ലാ വാൾസിലും വരാറുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു പല പല മെഷേഴ്സ് അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ക്ലയൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഓരോ വീട്ടുടമസ്ഥനും ചെയ്യും. പക്ഷെ ഇത് താൽക്കാലികമായിട്ട് നിൽക്കും. 1-2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അത് തിരിച്ചു വരും. ഇതിനെ ഇതുവരെ മൊത്തത്തിൽ ഒഴിവാക്കാൻ സാധിക്കാതെ എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ഡാംപ്നെസ് എന്താണെന്നുള്ളതും അതിന്റെ എന്താണ് അത് കാരണം എന്നുള്ളതും മനസ്സിലാക്കി ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള മാക്സിമം മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് പിന്നെ വരില്ല. കാരണം വൺസ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മൾ എന്നും പറയല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അപ്പൊ പ്രിവെന്റീവ് മെഷേഴ്സ് ആദ്യം തന്നെ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു നനവ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ പല റീസൺ കൊണ്ട് വരാം. ഇപ്പം താഴെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചുറ്റും തറയുടെ തൊട്ട് മുകളിലായിട്ട് വാൾസിൽ ഒരു 2 അടി 3 അടിയിൽ കാണുന്നുണ്ടാവും. അപ്പൊ അതിന് യൂഷ്വലി പറയാറുള്ളത് കാപ്പിലറി റൈസ് എന്നാണ് പറയുക. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ ഭൂമിയിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഈ നമ്മുടെ തറയുടെ അകത്തുള്ള മണ്ണോ ഒക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ നേരെ ജോയിൻ ഈ ഒരു മണ്ണ് അല്ലെങ്കിൽ ഈ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വാൾ മേസൺറി ആയിട്ടാണ്. അപ്പൊ വാൾ മേസൺറി എന്ന് പറയുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ മെറ്റീരിയൽ ആയിരിക്കും, ബ്രിക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ചെങ്കല്ലായിരിക്കാം, അങ്ങനത്തെ മെറ്റീരിയൽസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഇതിനെ ഈ പറഞ്ഞ പോലെ പോർ സ്പേസസിലൂടെ കണക്ട് ചെയ്ത് ഈ വെള്ളം മുകളിലോട്ട് ചെറുതായിട്ട് ക്രീപ്പ് ചെയ്ത് കയറുമ്പോഴാണ് ഈ കാപ്പിലറി റൈസ് സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിച്ച അല്ലെങ്കിൽ പുട്ടി ഇട്ടിട്ട് പെയിന്റ് അടിച്ച ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ പുട്ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അവിടെ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പുട്ടി ഈ വെള്ളം കുടിക്കും. പക്ഷെ അതിൽ പുറത്തടിച്ച പെയിന്റ് എന്ന് പറഞ്ഞാൽ പെയിന്റിങ് നമ്മൾ പലപ്പോഴും നമ്മൾ തള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം പെയിന്റ് ഒരു ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന് പുറത്തോട്ട് ഈ വെള്ളത്തിന് പ്രഷർ വരുമ്പോൾ പെയിന്റ് ഇങ്ങനെ കുമ്പളായിട്ട് വരിക ചെയ്യുക. അതിങ്ങനെ പൊട്ടി അവിടെ മൊത്തത്തിൽ വൃത്തികേടായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ നമ്മൾ ഡാംപ്നെസ് കാണുന്ന വേറെ ഏരിയയാണ് സൺഷെയ്ഡിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ടെറസിന്റെ ഭാഗങ്ങൾ. ഇപ്പൊ ടെറസിന്റെ ഭാഗത്തൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ടോപ്പിൽ ടെറസാണ്, ലീക്കൊന്നുമില്ല, പക്ഷെ വാൾ അവിടെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് പറയും. അത് പലപ്പോഴും ചിലപ്പോൾ പ്രൊജക്ഷൻ കൊടുക്കാതെ അല്ലെങ്കിൽ ചെറിയൊരു 10 സെന്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ടെറസിൽ സ്ലാബ് ഇട്ടിട്ടുണ്ടാവുക. ഈ വെള്ളത്തിന്റെ ഒരു സ്വഭാവം, വെള്ളത്തിന് എവിടെ ഏറ്റവും ഈസിയസ്റ്റ് പാത്ത് ഉണ്ടാവും ആ പാത്തിലൂടെ അത് അകത്തോട്ട് കയറും, അല്ലെങ്കിൽ ആ പാത്തിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പൊ ടെറസിൽ നിന്നുള്ള വെള്ളം നമുക്ക് പുറത്തോട്ട് നനവ് വന്നു കഴിഞ്ഞാൽ അത് സ്ലാബിന്റെ അടിയിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ലാബും വാൾ മേസണിയും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തോട്ട് വരും, അല്ലെങ്കിൽ ഈ വാൾ നനഞ്ഞു കഴിഞ്ഞാൽ വാളിന്റെ അകത്തൂടെ വാളിന്റെ ആ അകത്തെ ടെറസിന്റെ ഭാഗത്തുള്ള വാൾസ് ഒക്കെ മൊത്തം നനയുന്ന ഒരു അവസ്ഥ വരും. അതേപോലെ തന്നെയാണ് സൺഷെയ്ഡും ഈ പറഞ്ഞ പോലെ സൺഷെയ്ഡും വാളും ജോയിൻ ചെയ്യുന്ന ആ ജോയിന്റ്സ് എവിടെയും നമുക്ക് ജോയിന്റ്സ് ആണ് വില്ലനായിട്ട് വരിക. ആ ജോയിന്റ്സിലൂടെ ആയിരിക്കും വെള്ളം അകത്തോട്ട് വരുമ്പോൾ നനവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ ഈ കൺസ്ട്രക്ഷന്റെ സമയത്ത് തന്നെ മാക്സിമം അതിന് വേണ്ട പ്രിപ്പറേഷണറി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ഡാംപ്നെസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഡാംപ്നെസ് എന്ന് പറയുന്നത് ഈവൻ നമുക്കിപ്പം ഒരു ഇന്റീരിയർ വാൾസിൽ വേറെ നനവൊന്നും പുറത്തുനിന്ന് വരാനില്ല, ബാത്റൂമുമായിട്ട് ഷെയർ ചെയ്യുന്ന വാളല്ല, അവിടെ പോലും ചിലപ്പോൾ നമ്മളൊരു ടൈല് വിരിച്ച് സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്കേർട്ടിങ്ങിനും ടൈലിനും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ നമ്മൾ വീടിനകത്ത് തുടയ്ക്കുമ്പോഴോ കഴുകുമ്പോഴോ വരുന്ന വെള്ളം യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ കാപ്പിലറി റൈസ് ആയിട്ട് ആ വാളിലൂടെ കയറാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ വേറെ ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു പ്രശ്നവും കാണുന്നില്ല, പക്ഷെ അവിടെ ഡാംപ്നെസ് ഉണ്ടെന്നുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ വരാറുണ്ട്. അതേപോലെ തന്നെയാണ് പുട്ടി പ്രൈമർ ഒക്കെ അല്ല പുട്ടിന്റെ വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ ഈ പുട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് വർക്കൊക്കെ ചെയ്യുന്നത് മഴക്കാലത്ത് ആകുമ്പോൾ ഉള്ള ഒരു വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് വെള്ളം കുടിച്ചിട്ടായിരിക്കും വാൾസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഈ വെള്ളം പിന്നെ ഈ പറഞ്ഞ പോലെ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന്റെ ശേഷം അതിനകത്തുള്ള ആ വാട്ടർ കണ്ടന്റിനെ പുറത്തോട്ട് തള്ളുന്ന സമയത്ത് നമ്മൾ ആൾറെഡി അത് പെയിന്റും എല്ലാം ചെയ്ത് അതിനെ മാക്സിമം സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ എന്തായാലും പെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് ആണ്, ആ കോട്ടിങ്ങിനെ ഒരു ലെയർ ആയിട്ട് തന്നെ അവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനെ പുറത്തോട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പെയിന്റിങ്ങിന്റെ ലെയർ അവിടെ അതിനെ പിടിച്ചെടുത്താൻ ശ്രമിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ സംഭവിക്കാറ്, പെയിന്റിന്റെ ലെയറിൽ ഇങ്ങനെ ചെറിയ കുമ്പളായിട്ട് വരും.
കൈകാര്യം ചെയ്യുക. അപ്പം ഇതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം എക്സ്റ്റീരിയറിൽ പുട്ടി ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഒരു അർജൻസി ഇല്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ. കാരണം ഒരു പെയിന്റ് കമ്പനിയും ഒരു പുട്ടീന്റെ ഒരു ബ്രാൻഡും നമുക്ക് പുട്ടിക്ക് എക്സ്റ്റീരിയറിലോട്ട് ഒരു വാറന്റി കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്റ്റീരിയർ ഇപ്പൊ പ്രത്യേകിച്ച് കണ്ടംപററി ഡിസൈൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന്റെ ഒരു ഹെൽപ്പ് കൂടി എടുത്തിട്ട് പുട്ടി ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് പുട്ടി ഒഴിവാക്കി ചെയ്യാന്നൊക്കെയാണ് ഞങ്ങളിപ്പോ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ ഈ നനവിന്റെ പ്രശ്നം അനുഭവിക്കുന്ന മേജർ ഏരിയയാണ് ബാത്റൂംസ് എന്നുള്ളത്. അപ്പൊ ബാത്റൂമിൽ നിർബന്ധമായിട്ട് വാട്ടർ പ്രൂഫ് എന്തായാലും ചെയ്യണം. അതേപോലെ തന്നെയാണ് ടൈൽസ് ഇടുമ്പോൾ എപ്പോക്സി ജെൽ നല്ല എപ്പോക്സി ജോയിന്റ്സ് ആയിട്ട് ചെയ്യണം. അതെല്ലാം എല്ലാ ജോയിന്റ്സിലും പ്രത്യേകിച്ച് വാൾ ടൈലും ഫ്ലോർ ടൈലും ജോയിൻ ചെയ്യുന്ന ജോയിന്റ്സിലൊക്കെ നല്ല രീതിയിൽ എപ്പോക്സി ഇട്ട് അതിനെ സീൽ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് നേരെ ഇതിലോട്ട് പോവാതെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അതിനെ വാട്ടർ ടെസ്റ്റും കൂടെ ചെയ്യണം. വാട്ടർ ലോഗ് ചെയ്തിട്ട് ഓക്കെ എന്തെങ്കിലും നനവ് താഴോട്ട് വരുന്നുണ്ടോ ടെസ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കണം ടൈലിങ്ങിലോട്ടൊക്കെ ഞങ്ങൾ പോകേണ്ടത്. ഇതുവരെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഡാംപ്നെസ്, എന്താണ്, എന്തുകൊണ്ടാണ് ഡാംപ്നെസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് മേജറായിട്ട് ഇപ്പൊ പ്രൊജക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഏരിയാസിലൊക്കെ മാക്സിമം പ്രൊജക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ വാട്ടർ പ്രൂഫിങ്. വാട്ടർ പ്രൂഫിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ. അപ്പം സ്ലാബിലും അതേപോലെ സൺഷെയ്ഡ്സിൽ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ താഴ്ന്നുള്ള റൈസിംഗ് ഡാംനെസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിറ്റുമിൻ കോട്ടിങ്സ് അല്ലെങ്കിൽ പെയിന്റിങ്ങിന് മുമ്പ് കൊടുക്കുന്ന സീലേഴ്സ് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാംപ്നെസിന് ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഈ വാട്ടർ പ്രൂഫിങ്ങിലോട്ട് വരുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ നല്ല ബ്രാൻഡ് എടുത്ത് ചെയ്യുമായിരിക്കും, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ കറക്റ്റ് മെത്തേഡിലല്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് വരാം. അപ്പം ഒരിക്കലും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ സ്ലാബ് എന്ന് പറയുമ്പോൾ സ്ലാബിൽ മാത്രമല്ല ചെയ്യുക. സ്ലാബിന് നമ്മൾ ഇപ്പൊ പാരപ്പറ്റ് വാൾസ് ആണെങ്കിലും അല്ലെങ്കിൽ വാൾസ് ആണെങ്കിലും അങ്ങോട്ടൊരു 2 അടി 3 അടി കയറ്റി ചെയ്തിട്ട് കാരണം ആ ഒരു ജോയിന്റ്സും നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പ്രൊജക്ഷൻസ് കൊടുക്കുമ്പോൾ പ്രൊജക്ഷൻസ് ആവശ്യത്തിനുള്ള പ്രൊജക്ഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ വലിയ ഓപ്പണിങ്സ് അല്ലെങ്കിൽ നമുക്കൊരു 3 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ 60 സെന്റിമീറ്ററിന്റെ സ്ലാബ് സൺഷെയ്ഡ് പ്രൊജക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ നമുക്ക് ആ ഒരു അതിന് ആവശ്യം എന്താണ്, അപ്പൊ ആ ഒരു വാളിനെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സൺലൈറ്റ് റെയിനെ കട്ട് ചെയ്യാൻ ആവശ്യമുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻസ് അവിടെ കൊടുത്തു പോകണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ടർ ലോഗിങ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അതായത് വെള്ളം എവിടെ കെട്ടിക്കിടക്കും. പലപ്പോഴും ടെറസുകളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കും. അത് പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പൈപ്പ് പുറത്തോട്ട് വെള്ളം ചാടാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പാരപ്പറ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും ബോട്ടത്തിലായിട്ട്. അവിടെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇലയും അല്ലെങ്കിൽ ഈ ഡേർട്സ് ഒക്കെ അടിഞ്ഞിട്ട് വെള്ളം പോവാതെ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വാട്ടർ ലോഗിങ് സംഭവിച്ച് അതിനെ ആ വെള്ളം വാൾസിലോട്ടും സ്ലാബിലോട്ടൊക്കെ പോയി അത് ലീക്ക് ഇഷ്യൂസും അല്ലെങ്കിൽ ഡാമേജ് ഇഷ്യൂസും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരാറാണുള്ളത്. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് പറഞ്ഞാൽ ഓക്കെ നമുക്ക് വെർട്ടിക്കലി കോർക്കട്ട് ചെയ്തിട്ട് സ്ലാബിന് നിന്ന് ഡ്രൈനേജ് സിസ്റ്റംസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ലോപ്പ് ടെറസ് ഏരിയാസിൽ വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാനുള്ള സ്ലോപ്പുകൾ കൊടുത്തിട്ട് ആ ഒരു വെർട്ടിക്കൽ രീതിയിൽ അത് താഴോട്ട് നമുക്ക് ആ വെള്ളത്തിനെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനത്തെ വാട്ടർ ലോഗിങ് ഓപ്ഷൻസ് ഒക്കെ അവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുവഴി തന്നെ നമുക്ക് ആ ഒരു സ്ലാബിനെ ഒക്കെ മാക്സിമം, കാരണം വാട്ടർ പ്രൂഫിംഗ് ചെയ്തുകൊണ്ടാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ അനദർ ലെയർ ഓഫ് ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ്. അപ്പം അതിനെ നമുക്ക് അതിന്റെ ഒരു കപ്പാസിറ്റിന് മുകളിലോട്ടുള്ള ഫോഴ്സ് ആണ് അവിടെ വരുന്നതെങ്കിൽ അതിനെയും ആ വാട്ടർ പ്രൂഫിംഗ് ലെയേഴ്സിനെയും കട്ട് ചെയ്തിട്ട് വാട്ടറിന് താഴോട്ട് ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പം അതിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ്. കാരണം വെള്ളം എന്ന് പറഞ്ഞത് ഏറ്റവും ഈസിയസ്റ്റ് പാത്ത് ഏതാണോ അതായിരിക്കും അത് കറക്റ്റ് കണക്ട് ചെയ്ത് പോവുക. അപ്പൊ ഏറ്റവും പെട്ടെന്ന് വെള്ളത്തിന് എങ്ങനെയാണോ പോകാൻ പറ്റുന്നത് അതിലോട്ടായിരിക്കും അത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഈസിയസ്റ്റ് പാത്ത് നമ്മളെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിലുള്ളതൊക്കെ കട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന് കറക്റ്റായിട്ട് പുറത്തോട്ട് പോകാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡാമേജസിന്റെയോ അല്ലെങ്കിൽ ലീക്കേജസിന്റെയോ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പം ഇനി വീട് വെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ സ്റ്റേജസിലും ചെയ്യേണ്ട മെഷേഴ്സ് എടുക്കുക. പിന്നെ കണ്ടംപററി ഡിസൈൻസ് നമ്മുടെ നാട്ടിൽ
പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. ഈ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എത്ര കാലം ഒരു ഇഷ്യൂ ഇല്ലാതെ ആ വീടിനെ നിലനിർത്തി കൊണ്ടുവരാൻ പറ്റും. വൺസ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന മെഷേഴ്സ് ഒക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ലൈഫിലോട്ട് കിട്ടില്ല. കാരണം അതിനൊക്കെ ഒരു മാക്സിമം ഒരു 5-6 ഇയേഴ്സിന്റെ ഒരു വാറന്റിയെ ഏത് കമ്പനിയും കൊടുക്കുന്നുള്ളൂ, അതേപോലെ തന്നെ ഏത് അപ്ലിക്കേറ്ററും കൊടുക്കുന്നുള്ളൂ. കാരണം അത്രയും നമുക്ക് അതിന് അത് താൽക്കാലികമായിട്ട് അതിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ അതിൽ പോസിബിൾ ആവുള്ളൂ. അപ്പം പുതിയ വീട് വെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഡാംപ്നെസ് വരുന്ന ഇഷ്യൂസ്, അതിനെടുക്കേണ്ട മെഷേഴ്സും. താങ്ക് യു.